ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് എത്തി. ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കുർബാനയിൽ പോകാൻ തക്കവിധം ഒരുങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പെട്ടെന്ന് പറയാം, ശ്രദ്ധയോടെ കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം. ജന്മന അന്ധനായിരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതാണ്. അല്പം മണ്ണ് എടുത്തിട്ട് തുപ്പലം കൊണ്ട് കുഴച്ച് അവൻ്റെ കണ്ണിൽ പുരട്ടി കർത്താവ് അവന് സൗഖ്യം കൊടുക്കുകയാണ്. ജന്മന അന്ധനായിരുന്നതുകൊണ്ട് അവന് ഭൂമി എന്താണെന്നോ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം അവൻ്റെ കണ്ണ് തുറന്നപ്പോഴാണ് അവൻ കണ്ടത്. പുത്രൻ തമ്പുരാൻ ഡിസോർഡറായിരുന്ന, കാഴ്ചയില്ലാതിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ട് അവൻ്റെ ജീവിതത്തെ ഓർഡറിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ വേദഭാഗം. പിതാവായ ദൈവവും ആദിയിൽ, ഉൽപ്പത്തി 1:1 നമുക്ക് പെട്ടെന്ന് ബൈബിൾ കയ്യിലെടുത്ത് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഭൂമിക്ക് എന്തില്ല? ഒരു രൂപമില്ലായിരുന്നു, മുഴുവനും ശൂന്യമായിരുന്നു. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്ക വിധം സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച് അത് ഓർഡറിലേക്ക് ഈ ഭൂമിയെ കൊണ്ടുവരുന്നു. ശൂന്യമായിരുന്നിടത്തെല്ലാം ദൈവം മനുഷ്യന് തക്ക വിധം അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായതെല്ലാം ക്രമപ്പെടുത്തുന്നതാണ് ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഉൽപ്പത്തി 1:27 നാം കാണുന്നു, ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന് ഈ ഭൂമിയിൽ ഒരു സ്വർഗം ദൈവം രൂപപ്പെടുത്തി കൊടുത്തു. ദൈവമക്കളെ, പിതാവായ ദൈവം ഡിസോർഡറായിരുന്ന ഭൂമി ഓർഡർ ചെയ്ത് മനുഷ്യന് വേണ്ടി ക്രമപ്പെടുത്തി. പുത്രൻ തമ്പുരാൻ പുതിയ നിയമത്തിലും ഡിസോർഡറായിരുന്ന വ്യക്തിയെ ഓർഡറിലേക്ക് കൊണ്ടുവന്നു. ഈ വലിയ നോമ്പ് എടുക്കുന്ന ഞാനും നിങ്ങളും ഇതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആത്മീയ ഭൗതിക തലങ്ങളിൽ നമ്മൾ എങ്ങനെയാണ്, നമുക്ക് എത്രമാത്രം അടുക്കും ചിട്ടയുമുണ്ട്, ജീവിതത്തിനൊരു ടൈം ടേബിളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ ദിവസത്തിനും ഒരു ടൈം ടേബിളുണ്ട്. നമ്മുടെ ആത്മീയ തലങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക്, നമുക്ക് ബൈബിൾ വായിക്കുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ മേഖലകളെ ഉണർത്തുന്നതിനും തക്കവിധം ഒരു ടൈം ടേബിൾ ഉണ്ടോ? ഒരു ഓർഡർ നമുക്കുണ്ടോ? നമ്മുടെ ഭൗതിക തലങ്ങളിലും നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മുടെ ജോലി സ്ഥലത്തുമൊക്കെ നമുക്കൊരു ഓർഡർ ഉണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ആത്മീയതയുടെ പാപ്പരത്വമായി, ഭൗതികതയുടെ പാപ്പരത്വമായി നമ്മൾ അധപതിക്കുവാനുള്ള സാധ്യതകൾ ഏറെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഡിസോർഡറായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു ഓർഡറുള്ള ഒരു ജീവിതം, ഭൗതിക കാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും ഒരു ഓർഡർ ക്രമപ്പെടുത്തിക്കൊണ്ട് ഡിസോർഡറിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഓർഡറിലേക്ക് കൊണ്ടുവരണമെന്ന് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുമ്പോൾ വലിയ നോമ്പ് ഏറ്റവും മധുരമായി, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായി തീരുവാൻ ഈ വേദഭാഗത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കാൻ ഡിസോർഡറായി കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നന്നായിട്ട് പരിശോധിച്ച് അതിനെയൊക്കെ ഓർഡറിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.